ഒരു ഉമ്മ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു വാപ്പ മരണപ്പെടുമ്പോൾ ഈ ഉമ്മയുടെയും വാപ്പയുടെയൊക്കെ മൂന്നാം ഫാത്തിഹയും 7, 11, 40 വളരെ വിപുലമായ രൂപത്തിൽ നടത്തുന്ന മക്കളുണ്ട്. ആളുകളെല്ലാം വിളിച്ചുകൂട്ടി നല്ല വിശാലമായ സദ്യ കൊടുത്ത് ഉസ്താദന്മാരെയൊക്കെ വിളിച്ച് നല്ല റാഹത്തായി ദുആയിരുന്ന് ആളുകൾ കാണുമ്പോൾ നല്ല റാഹത്തായിട്ട് മക്കൾ ആ ഉമ്മയും വാപ്പയും സ്നേഹിക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയമുള്ള മുനിങ്ങളെ, ഈ ഉമ്മ മരണപ്പെടുന്നതിന് മുമ്പ്, ഈ വാപ്പ മരണപ്പെടുന്നതിന് മുമ്പ് അവർക്ക് അവശേഷിച്ചതായ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അവർ കിടന്ന കിടപ്പിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള ആളുകളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ടതായ മക്കൾ ഇവിടെ ചെലവഴിച്ചതായ തുകയുടെ ഒരു 10% ചെലവഴിച്ചിരുന്നുവെങ്കിൽ ഇന്നും നിങ്ങളുടെ കൂടെ ആ ഉമ്മയും വാപ്പയും ഉണ്ടായേനെ. പലരും അവരുടെ മരണത്തിന് ശേഷം ഒരുപാട് സ്വതക്കകൾ ചെയ്യുന്നു. അത് മറ്റൊരു വിഷയം, അത് സ്വീകാര്യയോഗ്യമാണ്, അത് മറ്റൊരു വിഷയം. ഞാൻ പറഞ്ഞു വന്നത്, ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹം കൊടുക്കേണ്ടത് സ്നേഹം കൊടുക്കുക. മരിച്ചിട്ട് ഇനി എന്തൊക്കെ ചെയ്താലും ജീവിച്ചിരിക്കുമ്പോൾ